ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ വീണ്ടും ഹിന്ദി ക്ലാസ്സിലോട്ട് കടക്കുകയാണ് അല്ലേ? നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു ഓർമ്മയുണ്ടോ? യാ പഠിച്ചു, രാ പഠിച്ചു, ലാ പഠിച്ചു, വാ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് പഠിച്ചു? യാ, രാ, ലാ, വാ. ഇതൊക്കെ വെച്ചിട്ട് വരുന്ന ഓരോ വേർഡ്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, അത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്നൊക്കെ ടീച്ചർക്ക് അറിയാം. നല്ല കുട്ടികളാണ് അല്ലേ? ഇനി നമ്മൾക്ക് അടുത്തത് നമ്മൾ എന്താണ് പഠിക്കുന്നത്? ലായും വായും കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണെന്നറിയോ? ഷ. എന്താണിത്? ഷ. ആ ഷ എങ്ങനെയാ എഴുതാന്നറിയോ? ഇങ്ങനെ കുനിപ്പിട്ടിട്ട് ടു എഴുതുന്നു. എന്നിട്ട് അതിന്റെ കൂടെ ഇപ്പുറത്തോട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. ഇതാണ് എന്ത്? ഷ. എന്താണിത്? ഷ. ഒരു കുനിപ്പിട്ടിട്ട് ടു എഴുതുന്നു. ദെൻ ഇപ്പുറത്ത് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ എഴുതുന്നതാണ് എന്ത്? ഷ. എന്താണത്? ഷ. ഇതെന്താണ് ഇങ്ങനെ എഴുതൽ? എന്താ നമ്മൾ വായിക്കാം? ഷ. ഷ വെച്ചിട്ട് വരുന്ന നമുക്ക് വാക്ക് നോക്കാം. പേജ് നമ്പർ 36 എടുക്കാം. അതിൽ ഷ വെച്ചിട്ട് വരുന്ന ഒരു വേർഡ് ഉണ്ട്. അതൊരു വെജിറ്റബിൾ ആണ്. അതിങ്ങനെ നമ്മൾ കഷ്ണമൊക്കെ ആക്കുമ്പോഴും അതൊക്കെ നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്താൽ നല്ല ഡാർക്ക് റെഡ് ആയിട്ടൊക്കെ കിട്ടും അല്ലേ? ശരിക്കും വയലറ്റ് പോലത്തെ കളറാണ്, പക്ഷെ അത് വെള്ളമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താവും? ഒരു റെഡ് കളറില് അല്ലേ? മിക്സ് ചെയ്യുമ്പോൾ ഒരു വയലറ്റും റെഡും ഒക്കെ കൂടെ നല്ല അങ്ങനെയുള്ളൊരു മിക്സിങ് ആയിട്ടുള്ളൊരു കളർ കിട്ടും. അത് ഏത് വെജിറ്റബിളാ? നിങ്ങൾക്കൊക്കെ അറിയാം. അമ്മമാരൊക്കെ ബ്ലഡ് വെക്കാനാണ്, നിങ്ങൾ കളർ വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെജിറ്റബിൾ നിങ്ങൾക്ക് നിറയെ കഴിക്കാൻ തരും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കറി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഈ വെജിറ്റബിൾ ഇടാറുണ്ട്. എന്താണത്? ഇങ്ങനെ കയ്യിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ലിക്വിഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ നല്ല പിങ്ക് കളറാവും, അല്ലെങ്കിൽ റെഡ്, പിങ്ക് കൂടുതലായിട്ട് അതാണ്. അപ്പൊ അതുപോലത്തെ വയലറ്റ് മിക്സ് ചെയ്ത ആ ഒരു കളറ്, ആ കളറൊക്കെ ആകും. ഏതാണത്? ഏത് വെജിറ്റബിളാ അത്? ഏതാണത്? ആ, ബീട്രൂട്ട് അല്ലേ? ബീട്രൂട്ട് നമ്മൾ അമ്മയൊക്കെ കട്ട് ചെയ്യുമ്പം ഇങ്ങനെ അടുത്ത് പോയി നോക്കിയാൽ മതി. ആ നല്ല കളറാ, കയ്യിലൊക്കെ നല്ല വയലറ്റ് കളറൊക്കെ ആവും, വെള്ളമൊക്കെ നല്ല റെഡ്, നല്ല ഡാർക്ക് റെഡ് പോലെ, റെഡ് അല്ല പക്ഷെ വയലറ്റും റെഡും ആയിട്ടുള്ളൊരു കളറിലായിരിക്കും. ആ വെള്ളമൊക്കെ അത് കഴുകിയെടുത്താലൊക്കെ ഉള്ള വെള്ളത്തിന്റെ കളർ അല്ലേ? അപ്പൊ അതിന് എന്താണെന്നറിയാവേ? ബീട്രൂട്ട് ആണ് അല്ലേ? അതിന് ഹിന്ദിയിൽ എന്താ പറയാൻ നമുക്ക് നോക്കാം. എന്താണത് പറയുന്നത്? ഷാസെ ശൽഗം. എന്താണ് ബീട്രൂട്ടിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ഷാസെ ശൽഗം. ശൽഗം എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട്. ഷാസെ ശൽഗം. എന്താണ് ബീട്രൂട്ടിന് എന്താ പറയാ? ഷാസെ ശൽഗം. ബീട്രൂട്ട്. ശൽഗം, ബീട്രൂട്ട്. ഓക്കെ, അതാണ് ഷാസെ ശൽഗം ബീട്രൂട്ട്. മനസ്സിലായോ? അപ്പൊ ഇതെന്താണ് ലെറ്റർ? ഷ. ഷ വെച്ചിട്ട് വരുന്ന വേർഡ് ഏതാണ്? ശൽഗം. ഷാസെ ശൽഗം ബീട്രൂട്ട്. ഇനി ഷ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം ഏതാണെന്നറിയോ? യാ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. രാ, ലാ, വാ. ഷ കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാൻ പോകുന്നതെന്നറിയോ? ഷ. എന്താണത്? ഷ. ആ ഷ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എഴുതിയാൽ എന്താ? ഇതിനെ ഈ അക്ഷരത്തിന് ഈ വ്യഞ്ജനാക്ഷരത്തിന് എന്താ നമ്മൾ പറയാ? ഈ ലെറ്ററിനെ എന്താ നമ്മൾ പറയാ? നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്ത് വായിക്കും എന്നുള്ളത്? എന്തായിരുന്നു അത്? ആ, പ എന്ന് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇങ്ങനെ എഴുതിയാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? പ ആണ് അല്ലെ? നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പ ആണ്. ഇങ്ങനെ എഴുതിയാൽ പായാണ്. ആ നമ്മൾ ഹിന്ദിയിൽ പഠിച്ച പായന്റെ ഉള്ളിലായിട്ട് ഈ ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങോട്ടൊരു സ്ലാൻഡിങ് ലൈൻ കൂടെ വരച്ചാൽ എന്തായിന്നറിയോ? ഷ. എന്തായത്? ഇങ്ങനെ എഴുതാൽ അതിന് എന്ത് വായിക്കും? ഷ. എന്താണത്? ഷ. അപ്പൊ എങ്ങനെയാ ഷ എഴുതാ? നമ്മൾ ഹിന്ദിയിൽ പഠിച്ച ആദ്യത്തെ പ ഇങ്ങനെ എഴുതുന്നു. ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്തായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നു? പ എന്നാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്, പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ പായിനകത്ത് എന്ത് ചെയ്യണം? പ എന്ന് എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? ഒരു സ്ലാൻഡിങ് ലൈൻ. അതിനകത്തോട്ട് എന്ത് ചെയ്യണം? നമ്മള് ഒരു സ്ലാൻഡിങ് ലൈൻ കൂടെ വരച്ചാൽ ലെറ്റർ മാറി. പ പോയിട്ട് എന്തായി മാറി? ആ, ഷ ആയിട്ട് മാറി. പ എന്നുള്ള ലെറ്റർ മാറി, അതെന്തായി മാറി? ഷ എന്ന് മാറി. ഇനി ഷ വെച്ചിട്ട് വരുന്ന വാക്ക് ഏതാണെന്ന് നോക്കാം. പേജ് നമ്പർ 36 തന്നെ ഉണ്ട്. ആ ഒരു പിക്ചർ നോക്കൂ. നിറയെ പല കളറിലുള്ള ഒരു പിക്ചറാണ് അല്ലേ?
എന്താണെന്നറിയോ? ഓരോ കളറും കൗണ്ട് ചെയ്ത് നോക്കൂ നിങ്ങള്. എത്ര കളേഴ്സ് ഉണ്ടെന്ന് നോക്കൂ. അതില് എത്ര കളേഴ്സ് ഉണ്ട്? എത്ര ഉണ്ട്? 1 2 3 4 5 6 കളേഴ്സ് ഉണ്ട് അല്ലേ? ഓരോ ബോക്സിനകത്തും എത്ര കളർ ഉണ്ട്? 6 കളേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഈ 6 ഈ ഷേപ്പിന്റെ എണ്ണം അല്ലെങ്കിൽ ഒരു സൈസിന്റെ എണ്ണം 6 ആയിട്ടുള്ളതിനെ നമ്മൾ എന്താന്ന് പറയാ ഇംഗ്ലീഷിൽ? ഹെക്സജൻ എന്ന് ഇംഗ്ലീഷ് അതിനെ പറയും. എന്ത് പറയും? ഹെക്സജൻ എന്ന് പറയും. പക്ഷെ അതിന് ഹിന്ദിയിൽ പറയോ ഷഡ്കോൺ എന്നാണ്. ഷഡ്കോൺ. അപ്പൊ അതിന് ഷഡ്കോണിന് എത്ര ഫേസ് ഉണ്ടാവും? 6 മുഖങ്ങൾ ഉണ്ടാവും. 6 ഫേസ് ഉള്ള ഏതൊരു സാധനത്തിനെയും നമ്മൾ എന്ത് പറയും? ഷഡ്കോൺ. എന്താണ് പറയുന്നത്? 6 ഫേസ് ഉള്ള ഏതൊരു സാധനത്തിനെയും നമ്മൾ എന്ത് പറയും? ഷഡ്കോൺ. എന്താണത്? ഷഡ്കോൺ. അതിനെ ഇംഗ്ലീഷിൽ ഹെക്സജൻ എന്ന് പറയും. ഹിന്ദിയിൽ അതിന് എന്ത് പറയും? ഷഡ്കോൺ. അപ്പൊ ഈ ഷഡ്കോണിന് എത്ര ഫേസ് വേണം? 6 ഫേസ് വേണം. 6 മുഖങ്ങൾ, 6 ഭാഗങ്ങളുള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ എന്ത് പറയും? ഷഡ്കോൺ എന്ന് പറയും. ഓക്കെ. അപ്പൊ അതിനെന്താ ഹിന്ദി പറയും? ഷഡ്കോൺ. ഇംഗ്ലീഷിൽ അതിനെന്ത് പറയും? ഹെക്സജൻ എന്ന് പറയും. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഷായം പഠിച്ചു, ഷായും പഠിച്ചു അല്ലെ? ഷാ വെച്ചിട്ട് പഠിച്ച വേർഡ് ഏതായിരുന്നു? ശൽഗം, ബീട്രൂട്ട്. നീയോ അടുത്ത ഷാ പഠിച്ചു. ഷാ വെച്ചിട്ട് വരുന്ന വേർഡായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന്? ഷഡ്കോൺ, ഹെക്സജൻ. അപ്പൊ നമ്മൾ അതിൽ പേജ് നമ്പർ 36 രംഗ് ബരെ എന്ന് വീണ്ടും ഉണ്ട്. അത് എന്താ ഈ രംഗ് ബരെ എന്ന് പറഞ്ഞാൽ? കളർ ചെയ്യാനാണ്. അപ്പൊ ആ കാണുന്ന ലെറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? സ്ലേറ്റിലോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് റഫായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലപോലെ എഴുതി പഠിക്കുക. ഓക്കെ.